ജോയ് കെ മാത്യു, റൈറ്റർ, പ്രൊഡ്യൂസർ, ഡയറക്ടർ. ഇയാൾ ഓസ്ട്രേലിയയിൽ താമസിക്കുന്നു. കേരളത്തിൽ ആലപ്പുഴയിലാണ് വീട്. ഓസ്ട്രേലിയൻ മലയാളം സിനിമാ കമ്പനി നടത്തിവരുന്നു. ഇദ്ദേഹത്തിൻ്റെ മക്കൾ ആഗ്നസും തെരേസയും ലോകരാഷ്ട്രങ്ങളുടെ ദേശീയഗാനം ആലപിച്ച് ലോക റെക്കോർഡ് നേടിയവരാണ്. ഇദ്ദേഹം സംഘടിപ്പിക്കുന്ന കേരളത്തിലെ മലയാളം ഗ്ലോബൽ സിനിമയുടെ മീറ്റിങ്ങിൽ ഞങ്ങൾ മൂവരും ആലപ്പുഴയിലെത്തി. വളരെ നേരത്തെ തന്നെ ഹാളിലെത്താൻ കഴിഞ്ഞതിനാൽ പ്രഭാത കൃത്യങ്ങളെല്ലാം അവിടെ തന്നെ നിർവഹിച്ചു. അത് ഞങ്ങൾക്കൊരു ഭാഗ്യമായിരുന്നു. കൂടെയുള്ള ബാവക്കാക്ക് മുഴുവൻ സമയവും ഫോൺ വന്നുകൊണ്ടേയിരിക്കും. 11 മണിയായപ്പോൾ മീറ്റിംഗ് തുടങ്ങി. വന്നവരിൽ ചിലർ പ്രസംഗിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രൊജക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹം. അപ്പോൾ മാക്സിമം ആളുകളെ ഇപ്പോൾ ഫ്രണ്ട്സായിട്ടും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെല്ലാം ചേർത്തിട്ട് ചെയ്യാൻ ശ്രമിക്കും. അവിടുത്തെ അമ്പലങ്ങളെ കുറിച്ചോ പള്ളികളെ കുറിച്ചോ മാത്രമല്ല, ആ പ്രദേശത്തെ പ്രമുഖരായ വ്യക്തികൾ അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ സംഭവങ്ങൾ, ആ സംഭവങ്ങളുടെ പ്രതിനിധികൾ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും സംഭവങ്ങളുടെ ഏതെങ്കിലും വ്യക്തികൾ, പ്രമുഖരായ ആളുകൾ, എഴുത്തുകാർ, അങ്ങനെയുള്ള ആരെങ്കിലേക്ക് അവരെ ഒരു സംഭാഷണങ്ങളിൽ കൂടി ഈ ഡോക്യുമെന്ററി ഉൾപ്പെടുത്തിയ ആ കൂട്ടത്തിൽ നമ്മുടെ ബാവക്കയും ഗംഭീര പ്രസംഗം തന്നെ നടത്തി. പിന്നെ അത് ഷൂട്ട് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പ് റെഡി ആവണം. ഈ ഡയറക്ടറുടെ മൈസൻ സീൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എങ്ങനെയാണോ ആ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കേണ്ടത് എന്ന് ഡയറക്ടർ ആദ്യം കാണണം, എന്നിട്ടൊക്കെ ഇറങ്ങാൻ പറ്റുമോ. അപ്പൊ അതിന് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ബാബു ഒറ്റപ്പാലം, നല്ലൊരു ഡയറക്ടറാണ്, ഷോർട്ട് ഫിലിം ഡയറക്ടറാണ്. എല്ലാം പുള്ളി തന്നെയാണ് ചെയ്യാറ്. എഡിറ്റിങ്, ഡബിങ് എന്ന് വെച്ചിട്ട് 2-3 ഷോർട്ട് ഫിലിമുകളൊക്കെ അദ്ദേഹം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മോഹൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 3 പേരാണ്. കുറച്ച് മുന്നേ തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് R&D എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് ചെയ്ത് എല്ലാം ആയ ശേഷമാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത്. മീറ്റിംഗ് തീർന്നപ്പോൾ ഇനി നാട്ടിലേക്ക് ട്രെയിൻ രാത്രിയിലാണ്. അവിടെ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഒരു ബീച്ചുണ്ടായിരുന്നു. ഞങ്ങൾ അവിടേക്ക് നടന്നു. ആ സമയം ബാവക്ക ഫോണിൽ തന്നെയായിരുന്നു. കൂടെയുള്ള മോഹൻ കബീറിനൊപ്പം അയാൾ യാന്ത്രികമെന്നാണ് നടന്നു. മുകളിൽ കാണുന്നത് ദേശീയപാതയായിരിക്കണം. അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. റോഡരികിൽ ബീച്ച് കാണാനെത്തിയവരുടെ വണ്ടികളിലായിരിക്കണം. ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് നടന്നു. കടലിൻ്റെ മനോഹാരിത അതൊന്ന് വേറെ തന്നെയായിരുന്നു. വൈകുന്നേരമായതിനാൽ ഞങ്ങളത് ആസ്വദിച്ചിരുന്നു. ഞാൻ മണലിലൂടെ വെറുതെ അങ്ങനെ നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് വിട പറഞ്ഞ് യാത്രയായി.